ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുട്ടിക്കൂട്ടങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി സ്കൂളുകൾ. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലാതല പ്രവേശനോത്സവം മാള സോക്കോഴ്സോ സ്കൂളിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന് വിട നൽകി നാട്. സംസ്കാരം കണ്ണൻകുടി പഞ്ചായത്ത് ശ്മശാനത്തിൽ നടന്നു. മേഖലയിലെ വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ വനമന്ത്രി ഷിബു ബേബി ജോൺ തിങ്കളാഴ്ച ചാലക്കുടിയിൽ. ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പുഴയ്ക്കു കുറുകെ തൃശൂർ ദിശയിലേക്കുള്ള പാലം വെള്ളിയാഴ്ചയോടെ പൂർണ്ണമായും തുറക്കും. ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിപ്പോകാൻ കാനകളില്ല. പേരാമ്പ്രയിൽ ദുരിതത്തിലായി വ്യാപാരികളും പൊതുജനങ്ങളും. പാമ്പ് ഭീതിയിൽ ഗുരുവായൂർ ക്ഷേത്രനടയിലെ വ്യാപാര സ്ഥാപനങ്ങൾ. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതാണ് പാമ്പ് ശല്യത്തിന് കാരണമെന്ന് വ്യാപാരികൾ. ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം പണിയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ല. കുറുമാലിപ്പുഴ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. വിശദാംശങ്ങളിലേക്ക്. കുട്ടിക്കൂട്ടങ്ങളെ വരവേൽക്കാനൊരുങ്ങി സ്കൂളുകൾ. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ സ്കൂളുകളിൽ പൂർത്തിയായി. കളിച്ചു തിമിർത്ത 2 മാസത്തെ അവധിക്കാലം അവസാനിക്കുകയാണ്. വിദ്യാലയമുറ്റങ്ങൾ വീണ്ടും കുട്ടികളുടെ കളിച്ചിരികളാൽ മുഖരിതമാകും. ഒപ്പം അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ കൂടി തുറക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ മാള സോക്കോർസോ സ്കൂളിലാണ്. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. നീണ്ട പ്രസംഗങ്ങൾ ഒഴിവാക്കി കുട്ടികളുമായി സംവദിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. പഠന സമയം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ കലണ്ടറും തയ്യാറായി. LP സ്കൂളുകളിൽ 800 മണിക്കൂറാണ് അധ്യയനം എന്നതിനാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കില്ല. ഇത്തവണ 197 പ്രവൃത്തി ദിനങ്ങളുണ്ടാകും. UPയിൽ 1000 മണിക്കൂർ പ്രവൃത്തി ദിനമാക്കാൻ 3 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കും. ഹൈസ്കൂളിന് 1200 മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ 7 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. ന്യൂസ് ഡെസ്ക് TCV. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട്ട് മോഹനന്റെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണൻകുഴിയിലെ പഞ്ചായത്ത് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. 100 കണക്കിന് ആളുകൾ മോഹനന് അന്തിമോപചാരം അർപ്പിച്ചു. മോഹനന്റെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാര തുക തിങ്കളാഴ്ച മന്ത്രി ഷിബു ബേബി ജോൺ കൈമാറും. ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപയാണ് ബന്ധുക്കൾക്ക് നൽകുന്നത്. ചാലക്കുടിയുടെ കിഴക്കൻ മലയോര പ്രദേശത്തെ വന്യമൃഗശല്യം സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ദിശയിലേക്കുള്ള പാലം വെള്ളിയാഴ്ചയോടെ പൂർണ്ണമായി തുറക്കും. പാലത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തെ എക്സ്പാൻഷൻ ജോയിന്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികളാണ് ഏറ്റവും ഒടുവിൽ പൂർത്തീകരിച്ചത്. എന്നാൽ കോൺക്രീറ്റ് ഉണങ്ങാൻ 5 ദിവസമെടുക്കും. അതുവരെ ആ ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടില്ല. പടിഞ്ഞാറ് ഭാഗത്തെ എക്സ്പാൻഷൻ ജോയിന്റുകളുടെ പണി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗതം അനുവദിച്ചിട്ടുണ്ട്. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാനകൾ ഇല്ലാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ദേശീയപാത 4 വരിയാക്കി നവീകരിച്ചതോടെയാണ് പേരാമ്പ്രയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങളിലുള്ളവർക്കും വെള്ളം മൂലമുള്ള ദുരിതം തുടങ്ങിയത്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള ഭാഗം റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുന്നതിനാൽ മഴക്കാലത്ത് റോഡിൽ നിന്ന് വെള്ളം ഒഴുകി വീടുകളിലേക്കെത്തും. പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത വന്നതോടെ ഈ ദുരിതം ഇരട്ടിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് പരിസരത്ത് നിന്ന് അടിപ്പാതയുടെ റോഡ് ആരംഭിക്കുന്നതിനാൽ ഈ ഭാഗത്ത് ചരിഞ്ഞുകിടക്കുന്ന ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകി സർവീസ് റോഡുകളിലൂടെ വീടുകളിലേക്കെത്തും. ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിയെത്തുന്നതിനാൽ പേരാമ്പ്ര 11-ാം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ദേശീയപാത അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും
പരിഹാരം കാണാനുള്ള നടപടി ഇനിയും ഉണ്ടായിട്ടില്ലെന്ന് കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ പറഞ്ഞു. പടിപ്പാത തൊട്ടുള്ള വെള്ളം കയറി വന്ന് ഈ അപ്പോളോ ടയേഴ്സിന്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിന്റെ അവിടെ വെള്ളക്കെട്ട് വന്ന് വീടുകളിലേക്കാണ് പോകുന്നത്. ഇതിന്റെ പ്രശ്നം ഇപ്പോഴും ചെയ്യാമെന്ന് പറയല്ലാണ്ട് ചെയ്തു തരുന്നില്ല. ഇപ്പോൾ ഒറ്റ മഴയ്ക്ക് വീടുകൾ മുങ്ങുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. സർവീസ് റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള കാനിയുടെ സ്ലാബുകൾ തുളച്ച് മഴവെള്ളം കാനിയിലേക്ക് ഒഴുക്കിക്കളയാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. എന്നാൽ മഴവെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാൻ ഈ സംവിധാനം പര്യാപ്തമല്ലാത്തതിനാൽ ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. TCV ന്യൂസ്, കൊടകര. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 32 വ്യാപാര സ്ഥാപനങ്ങൾ പാമ്പ് ഭീതിയിൽ. തെക്കേനടയിലെ വ്യാപാരികളും ജീവനക്കാരുമാണ് എപ്പോൾ വേണമെങ്കിലും പാമ്പ് കടിക്കാമെന്ന അവസ്ഥയിൽ ഭയത്തോടെ കഴിയുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് നിരന്തരമായി എത്തുന്നത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് തെക്കേനടയിലെ ഒരു കടയിലേക്ക് 7 അടിയോളം നീളമുള്ള വലിയൊരു ചേര പാഞ്ഞു കയറി. പിന്നീട് പാമ്പ് പിടുത്ത വിദഗ്ധർ സ്ഥലത്തെത്തി ഏറെ പ്രയത്നിച്ചാണ് ഇതിനെ പിടികൂടിയത്. പാമ്പ് ശല്യം കാരണം ദിവസം മുഴുവൻ കടയുടെ പുറത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഞങ്ങളുടെ ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ഭാഗത്തുള്ള തെക്കേനടയിലെ ഇടയ്ക്ക് പാമ്പ് വരാറുണ്ട്. ഞങ്ങളുടെ കടകളിലേക്കും കയറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ചേരനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള കരി, ആനകളുടെ തീറ്റയുടെ അവശിഷ്ടങ്ങൾ, മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങൾ എന്നിവ കൃത്യമായി സംസ്കരിക്കാതെ തെക്കേനടയിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. നിലവിൽ ഈ പ്രദേശം പൂർണ്ണമായും കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതാണ് പാമ്പുകൾ താവളമാക്കാൻ കാരണം. ഈ ഭാഗത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭക്തരും വ്യാപാരികളും ആവശ്യപ്പെടുന്നു. TCV, ഗുരുവായൂർ. പുതുക്കാട് ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം പണിയുടെ അവശിഷ്ടങ്ങൾ നിറഞ്ഞ് കുറുമാലിപ്പുഴ വെള്ളപ്പൊക്ക ഭീതിയിൽ. കുണ്ടുകടവ് റെഗുലേറ്റർ പണിയുടെ തുടക്കത്തിൽ പൈലിംഗ് നടത്തുമ്പോഴുള്ള കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും കമ്പികളുമാണ് പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. 100 മീറ്ററോളം വരുന്ന ഭാഗത്ത് കൂടിക്കിടക്കുന്ന കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ പുഴയിലെ നീരൊഴുക്കിന് തടസ്സമാകുന്നുണ്ട്. ഇത് പുഴയിലൂടെ ഒഴുകിവരുന്ന മണ്ണും ചെളിയും ഇവിടെ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. പാലം പണിയുടെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്ത് പുഴയിൽ സ്വാഭാവിക നീരൊഴുക്കിന് വഴിയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലവർഷത്തിന് മുൻപ് പുഴയിലെ തടസ്സങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വകുപ്പിനും പുതുക്കാട് പഞ്ചായത്തിനും നാട്ടുകാർ പരാതി നൽകി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് വളവിന് സമീപം കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ പത്താങ്കല് സ്വദേശികൾക്ക് പരിക്ക്. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധവും തകരാറിലായി. ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ യുവാവ് ലോറി ഇടിച്ച് മരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി 42 വയസ്സുള്ള സജോഷാണ് മരിച്ചത്. മണ്ണുത്തിയിലെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് മരിച്ച സജോഷ്. ജോലി കഴിഞ്ഞ് വരും വഴി തൃശൂർ ഇക്കണ്ടവരെ റോഡിൽ വെച്ച് മറ്റൊരു വാഹനം സജോഷിന്റെ ബൈക്കിലിടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.
കൊടുങ്ങല്ലൂർ എടവലങ്ങയിൽ അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. പുലരി അങ്കണവാടിയുടെ ടെറസിന് മുകളിൽ 480 ഗ്രാം കഞ്ചാവാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കെട്ടിടം വൃത്തിയാക്കുന്നതിനിടയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് പാലുവായി കാർഗിൽ നഗറിൽ 43-കാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പനക്കൽ സ്വദേശി ബിനോയിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് ബിനോയ്ക്കെതിരെ ഭാര്യ ചാവക്കാട് പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുവാനാണ് പോലീസ് ബിനോയിയുടെ വീട്ടിലെത്തിയത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും അന്വേഷിക്കാതെ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന തന്നെ പോലീസ് മർദ്ദിച്ചതായി ബിനോയ് ആരോപിച്ചു. അതേസമയം ബിനോയ് ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അക്രമവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് വ്യക്തമാക്കി. വേനൽമഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരുമനയൂർ ലോക്ക് സ്ഥിരമായി തുറക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത്, കടപ്പുറം ഗ്രാമപഞ്ചായത്ത്, ചാവക്കാട് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നാണ് ആശങ്ക. ഒരുമനയൂർ ലോക്ക് തുറക്കാത്തതുമൂലം വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വളരുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്ന് ആശങ്ക ശക്തമാണെന്ന് STU സംസ്ഥാന നേതൃസമിതി അംഗം VP മൻസൂർ അലി പറഞ്ഞു. കവിയും അക്ഷരശ്ലോകത്തിൽ പ്രമുഖനുമായിരുന്ന കടലായിൽ പരമേശ്വരന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അക്ഷരശ്ലോക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഏർപ്പെടുത്തിയ 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കിടങ്ങൂർ SR നായർക്ക് മന്ത്രി സമ്മാനിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച ദേവാമൃത്, രാജീവ് നമ്പീശൻ, EP രാജീവ് എന്നിവരെ മന്ത്രി ആദരിച്ചു. വാർഡംഗം PV അരുൺ, PK കിട്ടൻ, PV കൃഷ്ണൻ കുറൂർ, N മോഹനൻ നായർ, ശ്രീധരൻ കടലായിൽ, PK ബിന്ദു എന്നിവർ സംസാരിച്ചു. ഏനാമാവ് പരിശുദ്ധ പോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര തിരുനാൾ ഗാനപൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ തോമസ് ചുണ്ടൽ സഹകാർമ്മികനായി. വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLAക്ക് സ്വീകരണം നൽകി. ചിറ്റിലപ്പള്ളി മഹാകുടുംബയോഗം പ്രസിഡന്റ് സാൻഡി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി കുടുംബയോഗം പ്രസിഡന്റ് ടോബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മഹാകുടുംബയോഗം സെക്രട്ടറി സിജു ജോസ്, പാട്രിക് തോമാന, പോൾ പൊഴലിപ്പറമ്പിൽ, ജോയ് കോക്കാട്, ആന്റണി തിരൂർ എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡെനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് ചെറിയത്ത് തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും ഉണ്ടായിരുന്നു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. DCC സെക്രട്ടറി K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. TS ശ്രീജിത്ത് പഠനോപകരണ വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറിമാരായ MH നൌഷാദ്, അക്ബർ അലി, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈനി തമ്പി, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 17-18 തീയതികളിൽ എരുമപ്പെട്ടിയിൽ നടക്കുന്ന DYFI 16ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ ആരംഭിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. സംഘാടക സമിതി ട്രഷറർ KM അഷ്റഫ് അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, വൈസ് പ്രസിഡന്റ് ആഷിഖ്, CPM എരുമപ്പെട്ടി ലോക്കൽ സെക്രട്ടറി PC അബാൽമണി തുടങ്ങിയവർ സംസാരിച്ചു. നാടൻ രുചി വൈവിധ്യങ്ങളുമായി തൃശൂരിൽ നടക്കുന്ന മാമ്പഴമേളയ്ക്ക് സ്വീകാര്യതയേറുന്നു. വിഷരഹിത മാമ്പഴങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം എന്നതാണ് മേളയെ ശ്രദ്ധേയമാക്കുന്നത്.
അൽഫോൺസ, മല്ലിക, മയൂരി, സിന്ദൂരം, റുമാനി, നീലം, ബദാമി, കാട്ടുപാതി തുടങ്ങി 40-ലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ. എല്ലാം രാസപദാർത്ഥങ്ങളോ മരുന്നുകളോ ഉപയോഗിക്കാതെ നാടൻ രീതിയിൽ പഴുപ്പിച്ചവ. വിഷരഹിത മാമ്പഴങ്ങളാണിത്. ഇത് പഴുപ്പിക്കാനായിട്ട് യാതൊരു മരുന്നുകളോ രാസപദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല. അസുഖം ബാധിച്ചവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് ഈ വിഷം ഇല്ലാത്ത മാങ്ങകൾ. ധൈര്യമായിട്ട് കഴിക്കാം, ഒരു അസുഖം വരില്ല. വയറിളക്കോ അല്ലെങ്കിൽ വയറുവേനയോ അങ്ങനെ ഛർദിയോ ഒന്നും വരില്ല. അൽഫോൺസ, മല്ലിക, കാട്ട്പാടി, കാലപ്പാടി, പിന്നെ തോത്താപ്പുരി, എല്ലാ മാങ്ങകളുണ്ട്. പ്രിയൂര് തൊട്ട് 40-45 വെറൈറ്റി മാങ്ങകളുണ്ട്. ഏതിനം മാമ്പഴങ്ങളും കിലോയ്ക്ക് 80 രൂപ എന്ന ഏകീകൃത വിലയിൽ സ്വന്തമാക്കാമെന്നതാണ് മേളയുടെ പ്രധാന ആകർഷണം. അൽഫോൺസി, മൽഗോവ, കാലപ്പാടി, മല്ലിക ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ഇതിൽ 200 രൂപ വിലയുള്ള മല്ലികൊക്കെ ഇവിടെ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 250 രൂപ വിലയുള്ള ബട്ടറൊക്കെ 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെയുള്ള എല്ലാം 80 രൂപയാണ് വില വെച്ചിരിക്കുന്നത്. മാമ്പഴങ്ങൾക്ക് പുറമെ ചക്ക, ചാമ്പയ്ക്ക, കൊള്ളി, കടച്ചക്ക ഉൾപ്പെടെയുള്ള മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും മാമ്പഴ വിഭവങ്ങളായ മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പായസം എന്നിവയും മേളയിൽ ലഭ്യമാണ്. മാമ്പഴക്കൂട്ടം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ വിളവെടുത്ത മാമ്പഴങ്ങളാണ് മേളയിലുള്ളത്. ഇതിലൂടെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണനവും വിലയും ഉറപ്പാക്കാനും സാധിക്കുന്നുണ്ട്. കർഷകരെ സഹായിക്കാനും അവരെ നല്ലൊരു കൂലിയൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യണത്. ഇപ്പോൾ ഏതാണ്ട് ഒരു ദിവസം 1000-1200 കിലോ ഇവിടെ ചിലവാകുന്നുണ്ട്. തൃശൂർ KTDC യാത്രാ നിവാസിൽ നടക്കുന്ന പ്രദർശന വിപണന മേള ചൊവ്വാഴ്ച സമാപിക്കും. TCV തൃശൂർ. ദേശമംഗലം ഗവൺമെന്റ് LP സ്കൂൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ കുറയുന്നതിനാൽ സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിഷയം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെടുത്തെടുത്ത് അറിയിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ഒല്ലൂർ ഇമിറ്റേഷൻ ഗോൾഡ് വർക്കേഴ്സ് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച മെമ്പർമാരുടെ മക്കളെ ആദരിച്ചു. പനംകുറ്റിച്ചിറ സ്കൂളിൽ നടന്ന ചടങ്ങ് കൗൺസിലർ പോളി ജോസ് ഉദ്ഘാടനം ചെയ്തു. മുൻ കൗൺസിലർ CP പോളി, ഡേവിസ് പൂത്തിങ്കൽ, പ്രസിഡന്റ് സുമേഷ് വെള്ളച്ചിറ, സെക്രട്ടറി വിശ്വനാഥൻ, വൈസ് പ്രസിഡന്റ് മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ സ്ഥാപക സാരഥി മാധ്യമപ്രവർത്തകനുമായിരുന്ന A. വേണുഗോപാലിനെ അനുസ്മരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷനായി. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ജയറാം ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റത്തറ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ജൂൺ 1 മുതൽ 11 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 ദിവ്യബലി ഉണ്ടായിരിക്കും. ജൂൺ 13 ഊട്ടുതിരുനാൾ.
വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോനാപ്പള്ളി പിതൃവേദിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജേസൺ തെക്കമ്പുറം ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഫ്രാൻസിസ്, ബദുൽ സൈമൺ, ഷീന സാബു, പിതൃവേദി പ്രസിഡന്റ് ലാറ്റി ആന്റണി, ട്രഷറർ ജോസഫ് മാത്യു എന്നിവർ സംസാരിച്ചു. ബേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ അർണോസ് പാതിരിയുടെ വസതിയിൽ കുട്ടികളെ എഴുത്തിനെടുത്തി. അർണോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേരാണിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ ജെയ്സൺ തെക്കുമുറം അധ്യക്ഷത വഹിച്ചു. അർണോസ് കലാകേന്ദ്രം വൈസ് പ്രസിഡന്റ് പി യേശുദാസ്, സെക്രട്ടറി ലീന ആന്റണി, ഫാദർ എസ്.ജെ. ഡൊമിനിക്, ഫാദർ ജോൺ പേരാമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള കാർപ്പന്റർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. മേത്തലയിൽ നടന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കുമാർ കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജയൻ മുതുവറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് സോമൻ, ജില്ലാ സെക്രട്ടറി സുബിൻ വലപ്പാട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിതീഷ് കാണിപ്പയ്യൂർ, താലൂക്ക് കോർഡിനേറ്റർ ശിവദാസ് മേത്തല, ജില്ലാ കമ്മിറ്റി അംഗം മെമ്പർ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 33-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാർഡിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. DCC സെക്രട്ടറി TS അജിത് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ AV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, മുൻ കൌൺസിലർമാരായ അനിൽകുമാർ ചിറയ്ക്കൽ, രേണുക ശങ്കർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം പ്രസിഡന്റ് CS സൂരജ്, മമ്മിയൂർ ദേവസ്വം മുൻ ചെയർമാൻ മോഹൻദാസ് ചേലനാട് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ആദരണീയം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ വേദി പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി. വാർഡ് അംഗങ്ങളായ കക്കാട്ട് ഗോവിന്ദൻകുട്ടി, NK കബീർ, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, സിൻഡോ തോമസ്, മുരളി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിൽ നിയമനം ലഭിച്ച ശ്രീരാജ് K. നായർ, കൊമേഴ്സിൽ PhD നേടിയ ഡോക്ടർ വിദ്യ വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മെമന്റോ നൽകി അനുമോദിച്ചു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ചാലക്കുടി ആറാട്ടുകടവ് വാർഡ് LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം C. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി ഡേവിസ് പല്ലിശ്ശേരി, അശ്വതി പ്രിൻസ്, KK മാർഷൽ തുടങ്ങിയവർ സംസാരിച്ചു. കരുമത്ര വടക്കേക്കര 2-ാം വാർഡിൽ നിന്ന് SSLC +2 പരീക്ഷകൾ വിജയിച്ച വിദ്യാർത്ഥികളെ മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വിനോദ് മാടവന, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, KB പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പകൽ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് MK നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് പെരുന്നാൾ സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി PP വർഗീസ്, അനിൽ കല്ലാറ്റ്, KV മുഹമ്മദ് ഉണ്ണി, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. BJP ചെമ്മാപ്പള്ളി വടക്കുമുറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. റിനി കൃഷ്ണപ്രസാദ്, സുധീഷ് മേനോത്ത് പറമ്പിൽ, EP ഹരീഷ്, EP ജാൻസി, TG രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കേരള മാപ്പിള കലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മാണിക്യനില ഇശൽ മഹോത്സവം സംഘടിപ്പിച്ചു. തളിക്കുളം മിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചലച്ചിത്ര സംവിധായകൻ നാദിർ ഷാ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി പ്രസിഡന്റ് കെ റഫീഖ് തലശ്ശേരി അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. അക്കാദമി ജനറൽ സെക്രട്ടറി ഹക്കീം ഇരിട്ടി, ടി ചാമിയാർ, ഉബൈദ് വെളിച്ചെണ്ണപ്പടി, അക്ബർ കയ്യാല, PM അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹമാണ് ഈ സംഘടനയിൽ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ ഞാൻ വരാൻ കാരണം. അദ്ദേഹത്തിന് ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് റഫീഖയെ ഭവനിൽ ചേർന്ന അദ്ദേഹം നിരവധി സ്റ്റേജ് ഷോകളിലേക്കാണ് എത്തിയത്. ഏറ്റവും പ്രിയങ്കനായ പിന്നണി ഗായകൻ അവസൽ അവരുകളെയും ഷോൾ പ്രശസ്തി പത്രം നൽകുവാനായിട്ട് റഫീഖെ തലശ്ശേരി അവരുകളെയും സ്വാഗതങ്ങൾ നൽകിക്കൊണ്ട് തന്നെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിൽ നിറഞ്ഞ കയ്യടികൾ നൽകിക്കൊണ്ട് തന്നെ മാണിക്യമല്ലാത്ത ഒരു വ്യക്തി പോലും, ഒരു മലയാളി പോലും ലോകത്തിന്റെ പങ്കാളിയ പരേതനായ എന്നെ ആ വേദിയിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ എത്രമാത്രം നോക്കിയുണ്ടല്ലേ. ഇതെല്ലാം കൂടിയിട്ട് വേണം, പക്ഷെ കൈ കൂടി വന്നവരാണ്. പിന്നെ ഒരു നല്ല കൈയടി. ഞാൻ ചോദിച്ചിരുന്നു എത്ര സമയം എടുത്തു എന്നുള്ളത്. 2 മണി സ്നേഹപൂർവ്വം നൽകുന്നുണ്ട്. ഗാനത്തിന്റെ 50ാം വർഷം അതിനെ ഓർക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുട്ടിക്കൂട്ടങ്ങളെ വരവേൽക്കാനൊരുങ്ങി സ്കൂളുകൾ. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലാതല പ്രവേശനോത്സവം മാള സോക്കോത്സവ സ്കൂളിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന് വിട നൽകി നാട്. സംസ്കാരം കണ്ണൻകുഴി പഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തും. മേഖലയിൽ വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ വനമന്ത്രി ഷിബു ബേബി ജോൺ തിങ്കളാഴ്ച ചാലക്കുടിയിൽ. ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പുഴയ്ക്കു കുറുകെ തൃശൂർ ദിശയിലേക്കുള്ള പാലം വെള്ളിയാഴ്ചയോടെ പൂർണ്ണമായി തുറക്കും. ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിപ്പോകാൻ കാനകളില്ല. പേരാമ്പ്രയിൽ ദുരിതത്തിലായി വ്യാപാരികളും പൊതുജനങ്ങളും. പാമ്പ് ഭീതിയിൽ ഗുരുവായൂർ ക്ഷേത്രനടയിലെ വ്യാപാര സ്ഥാപനങ്ങൾ. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതാണ് പാമ്പ് ശല്യത്തിന് കാരണമെന്ന് വ്യാപാരികൾ. ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം പണിയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ല. കുറുമാലിപ്പുഴ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.